വെയില് കറക്ക് ഒന്നാമത് കറക്ക് നാളെ ഇനി ഒരു എൻഗേജ് ഉണ്ട്. അങ്ങോട്ടോ ചുമ്മാ കളി വീഡിയോ ആണ് എടുക്കണ കളി. ഷാരോണിന്റെ കുടുംബം ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഷാരോണിന്റെ മൊബൈൽ ഫോണിനകത്ത് ഗ്രീഷ്മയുടെ ചില വീഡിയോസ് ഉണ്ട് എന്ന്. പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചില ന്യൂഡ് വീഡിയോസ് എന്നർത്ഥം. അതായത് ഇവര് തമ്മിലുള്ളതോ അതല്ല എങ്കിൽ ഗ്രീഷ്മയുടെ മാത്രമായിട്ടുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ എന്ന് ചുരുക്കം. ഈ ദൃശ്യങ്ങൾ ഷാരോണിന്റെ മൊബൈലിനകത്തുണ്ട് എന്നുള്ള ബോധ്യം അത് പലപ്പോഴായിട്ട് ഈ പറയുന്ന ഗ്രീഷ്മയെ വല്ലാത്ത രീതിയിൽ വേട്ടയാടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഷാരോണും ഈ പറയുന്ന ഗ്രീഷ്മയും പരസ്പര സമ്മതത്തോടു കൂടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളത് അത്യാവശ്യം വിവരവും ബുദ്ധിയുമുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ആ വീഡിയോസിന്റെ പേരിലായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന കൃത്യം നടന്നത് എന്നുള്ള തോന്നലുകൾ എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ ആദ്യമുണ്ടായിരുന്നു. എന്നാൽ അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ചിലപ്പോൾ അത് ശരിയായിരിക്കാം. പക്ഷെ നിലവിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ നൽകിയിട്ടുള്ള മൊഴികളാവട്ടെ, വളരെ വ്യക്തമായിട്ട് അതിൽ ഗ്രീഷ്മ പറയുന്നതാവട്ടെ, പട്ടാളക്കാരന്റെ ആലോചന വന്നതും ഈ പറയുന്ന നമ്മുടെ ഷാരോണിനെ വളരെ വ്യക്തമായ തന്ത്രപരമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ ആ ഒഴിവാക്കൽ ഒന്നും ഫലപ്രദമായിട്ട് നടന്നില്ല എന്ന് മാത്രമല്ല, ആ ഒഴിവാക്കൽ ഒന്നും ഏശിയില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതായത് പലപ്പോഴും ഗ്രീഷ്മ ഈ പറയുന്ന ഷാരോണിനെ ഒഴിവാക്കാൻ പല കാര്യങ്ങളും ഉപയോഗിച്ച് ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. അത് മാത്രമല്ല, ഷാരോണിന്റെ മൊബൈൽ ഫോണിനകത്താകട്ടെ ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. കാരണം അത്രത്തോളം അടുപ്പമുള്ള ബന്ധമായിരുന്നു. സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള പല കാര്യങ്ങളും, അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലെ പല പല കാര്യങ്ങളും അതിനകത്തുണ്ടാകും. എന്നാൽ ഈ പറയുന്ന വീഡിയോസ് അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യുകയും വേണം, ഷാരോണിനെ ഒഴിവാക്കുകയും വേണം. അത് മാത്രമല്ല, ഒരു നല്ല ആലോചനയും വന്നിട്ടുണ്ട്. ജോത്സ്യൻ പറഞ്ഞ വിഷയവും അവിടെ കിടക്കുന്നുമുണ്ട്. അവസാനം വേറെ വഴികളൊന്നുമില്ലാതെ ഈ പറയുന്ന കൃത്യത്തിലേക്ക് താൻ പോയി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ ഇതൊക്കെ പരിപൂർണമായും വിശ്വസിക്കണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറും ഗ്രീഷ്മ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുമോ? ഗ്രീഷ്മയെ വേറെ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ട കാര്യമാണ്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ്, തുരിശ്. ഇതെങ്ങനെ ഇത്രയും എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ വിൽക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മാരകമായിട്ടുള്ള ഒരു വിഷമായിരിക്കവേ ഇതൊക്കെ എങ്ങനെ, ഇതുപോലെയുള്ള കീടനാശിനി പോലെയുള്ള കാര്യങ്ങളൊക്കെ അതെങ്ങനെ വിൽക്കുന്നു, ഇത് എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട കാര്യമല്ലേ? കാരണം കീടനാശിനിയൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ എന്തിനാണ് കൊണ്ടുപോകുന്നത്, എവിടെയാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായി അന്വേഷിച്ചിട്ട് വേണ്ടേ ഇതൊക്കെ നൽകാൻ. അതല്ല എങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു കേസിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം കാണുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടിയല്ലേ അത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന്, റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ പറയുന്ന മൊബൈൽ ഫോണിനകത്തുള്ള പരസ്പര സമ്മതത്തോടെയുള്ള വീഡിയോസ് തന്നെയാണ്. അല്ല എന്നൊന്നും നമുക്ക് പറയാനാകില്ല. അതിൽ ഷാരോണിന്റെ ഒരു തരത്തിലുമുള്ള തെറ്റില്ല. കാരണം പരസ്പരം കല്യാണം അടക്കം കഴിച്ചിട്ടുള്ള ഒരാളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പറയപ്പെടുന്ന വീഡിയോസുകളൊക്കെ ഫോണിനകത്തുണ്ടാകും. അതിലൊക്കെ എന്ത് തെറ്റാണ്? കാരണം ഈ പറയപ്പെടുന്ന പെൺകുട്ടിയുടെ സമ്മതപ്രകാരം തന്നെയുള്ള കാര്യങ്ങളല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വീഡിയോസ് ഒക്കെ ഈ ഷാരോണിനെ നിരസിച്ചു കഴിഞ്ഞാൽ ഇനി നാളുകളിൽ അതൊക്കെ തനിക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായി വരുമോ എന്നുള്ള ഒരു വലിയ ഭയം ഈ പറയുന്ന ഗ്രീഷ്മക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഗ്രീഷ്മയുടെ ഒരുപാട് വീഡിയോസുകളൊക്കെ പുറത്തു വന്നു. ഈ പറയപ്പെടുന്ന സ്വകാര്യ ദൃശ്യങ്ങളല്ല, മറിച്ച് അവർ രണ്ടുപേരും തമ്മിലുള്ള ഈ താലിയൊക്കെ അണിഞ്ഞുകൊണ്ടുള്ള കടപ്പുറത്തുള്ള വീഡിയോസ്, ഡാൻസ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു വലിപ്പം നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്?
പല ആളുകളും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന, ഇത്രയൊക്കെ ചേർന്ന് നിന്നിരുന്ന ഒരാളെ എങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യത്തിന് ഗ്രീഷ്മയ്ക്ക് ചിലപ്പോൾ ഉത്തരങ്ങളൊന്നും ഉണ്ടാകില്ല. ആലോചനയുടെ പേരാണെന്നും മറ്റേതാണെന്നും ഒക്കെ പറയുമെങ്കിൽ പോലും അവസാന നിമിഷം വരെ തൻ്റെ കാമുകി തന്നെ ചതിച്ചു അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം പോലും പറഞ്ഞിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഷാരോൺ മരിച്ചതിന് ശേഷവും ഒരു എന്താ പറയുന്നത്, അയാളുടെ മരണം ഒരുപാട് ആളുകളെ വേദനിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അയാൾ തൻ്റെ കാമുകിയെ ഒരു തരി പോലും നോവിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം അവൻ്റെ കാമുകിയോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവസാന നിമിഷം പോലും അവൾ സത്യമൊന്നും തുറന്നു പറയാതിരുന്ന സമയത്ത് പോലും അവളെ ഒരു രീതിയിലും അവൻ സംശയിച്ചിരുന്നില്ല എന്നുള്ളത് അവൻ്റെ കളങ്കമില്ലാത്ത സ്നേഹത്തെ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഒരവസരത്തിൽ പോലും തൻ്റെ കാമുകിക്ക് ഒരു ദോഷവും ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് വളരെ വളരെ കഷ്ടപ്പാടുള്ള അല്ലെങ്കിൽ ഒരുപാട് അനുഭവിച്ചതിന് ശേഷമുള്ള ആ മരണത്തിലേക്ക് ഷാരോൺ കടന്നു പോയി എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വലിയ നല്ല മനുഷ്യനാണ് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം അയാളുടെ അവസാന നിമിഷങ്ങളിൽ പോലും അതൊക്കെ തന്നിൽ തന്നെ അലിഞ്ഞു ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷാരോൺ പോകുമ്പോൾ പക്ഷെ കാലം ഷാരോണിന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഷാരോൺ വേണ്ട എന്ന് വെച്ചത് ഷാരോണിൻ്റെ കുടുംബത്തിൻ്റെ രൂപേണ, സുഹൃത്തുക്കളുടെ രൂപേണ, സോഷ്യൽ മീഡിയയുടെ രൂപേണ, വാർത്തകളുടെ രൂപേണ ഷാരോണിന് നീതിയായി അവസാന നിമിഷം കൈവരുമ്പോൾ ഒരു കാര്യമേ എനിക്ക് ഗ്രീഷ്മയോട് പറയാനുള്ളൂ. ആ നല്ല മനുഷ്യനെ, ആ നല്ല മനസ്സിനെ നിനക്ക് കിട്ടാത്തത് ആ നല്ല മനസ്സിൻ്റെ ഭാഗ്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.